Good morning, students. ഇന്ന് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളായ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ എങ്ങനെ നമുക്ക് ഇക്വേഷൻ സോൾവ് ബൈ ഡയറക്റ്റ് ഇന്റഗ്രേഷനിലൂടെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു പ്രോബ്ലം ഇതാണ്. സോൾവ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡിന്റെ പ്രത്യേകത ഇസഡ് ഈസ് എ ഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോ നമ്മൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ഡോ ഇസഡ് ബൈ ഡോ എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡില് നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ നമ്മൾ ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്, വൈനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ശേഷം ഒരു കോൺസ്റ്റന്റ് C1 C2 ഒക്കെ ഇടാറുണ്ട്. ഇവിടെ നമ്മൾ ഈ ടൈപ്പ് ഇക്വേഷൻ പ്രോബ്ലത്തില് ഇവിടെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വൈ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇടേണ്ടത് എന്താണ്? എഫ് ഓഫ് വൈ എന്നാണ് ഇടുന്നത്. ഫംഗ്ഷൻ ഓഫ് വൈ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. In places of usual constant of integration, we must however use arbitrary functions of the variable held fixed. ഏത് വേരിയബിൾ ആണോ നമ്മൾ ഫിക്സ് ആക്കി വെച്ചത് ആ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇടേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് C1 അല്ലെങ്കിൽ C2 ഇടണം. അപ്പൊ അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? എഫ് ഓഫ് വൈ ഇട്ടു. എന്താണ് കാരണം? ഇവിടെ വൈ എന്നുള്ള വേരിയബിൾ ആണ് ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ വൈനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ആർബിട്രറി ഫംഗ്ഷൻ പുട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇനി നമ്മൾ വീണ്ടും അഗൈൻ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഈ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ എഫ് ഓഫ് വൈനെ വീണ്ടും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് is equal to integral of f of y dy. വീണ്ടും നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇസഡ് എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഈ എഫ് ഐ ഒരു കോൺസ്റ്റന്റ് ആണ്. എഫ് ഐ ഇസ് എ കോൺസ്റ്റന്റ്. നമ്മൾ എക്സ് വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും? എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഇവിടെ നമ്മൾ രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഏതാണ്? വിത്ത് റെസ്പെക്ട് എക്സ് വെച്ചാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പൊ വീണ്ടും നമ്മൾ ഒരു ഫംഗ്ഷൻ ചേർക്കണം. ആ ഫംഗ്ഷന്റെ പേര് എന്താണ്? ജി ഓഫ് വൈ. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടി? ഇസഡിന്റെ ആൻസർ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ എന്ന് കിട്ടി. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്, സാധാരണ നമ്മൾ ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇടാറുണ്ട്. C1 അല്ലെങ്കിൽ C2 ഒരു കോൺസ്റ്റന്റ് ഇടാറുണ്ട്. ഇവിടെ ആ കോൺസ്റ്റന്റിന്റെ പകരം നമ്മൾ ഫംഗ്ഷൻ ആണ് ഇടുന്നത്. ഏത് ഫംഗ്ഷൻ ആണ് ഇടേണ്ടത്? നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈ എവിടെ ഫിക്സഡ് ആണ്. അപ്പൊ വൈ ചേർത്ത് ഒരു ആർബിട്രറി ഫംഗ്ഷൻ ഇടാം. ഈ വൈ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നെങ്കിലോ എക്സ് ചേർത്ത് ഒരു ഫംഗ്ഷൻ ഇടാം. അതാണ് ഈ ടൈപ്പ് പ്രോബ്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇൻ പ്ലേസസ് ഓഫ് യൂഷ്വൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഹൗവർ യൂസ് ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് ദി വേരിയബിൾ ഹെൽഡ് ഫിക്സ്. ഏത് വേരിയബിൾ ആണോ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത്, ഏത് വേരിയബിൾ ആണോ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ആ വേരിയബിളിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇടുക കോൺസ്റ്റന്റിന് പകരം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ പ്രോബ്ലം ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആയിരുന്നു. നമ്മൾ അതിനെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ആദ്യം നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. ഇന്റഗ്രേഷൻ എപ്പോഴും നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇടണം. നമ്മൾ ഇവിടെ ഇടുന്ന കോൺസ്റ്റന്റ് ഏതാണ്? എഫ് ഓഫ് വൈ ആണ്. കാരണം എന്താണ്? വൈ എന്നുള്ള വേരിയബിൾ ആണ് ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. എഫ് ഓഫ് വൈ എന്നിട്ടു. വീണ്ടും അഗൈൻ നമ്മൾ വീണ്ടും അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇസഡ് എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടി? എഫ് ഓഫ് വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എഫ് ഓഫ് വൈ ഇൻറ്റു എക്സ് പ്ലസ് ജി ഓഫ് വൈ. അപ്പൊ വൈ ഇവിടെ ഫിക്സഡ് ആയതിന്റെ പേരില് വൈ ചേർത്ത് വീണ്ടും ഒരു ഫംഗ്ഷൻ ചേർത്തു ജി ഓഫ് വൈ. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ.